السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ألف لام را تلك آيات الكتاب المبين إنا أنزلناه قرآنا عربيا لعلكم تعقلون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവാധിനാഥനായ പടച്ച തമ്പുരാൻ അതിനു വേണ്ട എല്ലാവിധ മാനസികമായ ശാരീരികമായ അവസ്ഥയും നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും നാളവൻ്റെ സ്വർഗത്തിലെ അത്യുന്നത പദവിയായ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഇണകളെയും മക്കളെയും കുടുംബത്തെയും പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഏതൊരു സമൂഹത്തിൻ്റെയും ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് ആ സമൂഹം സംസാരിക്കുന്ന ഭാഷ. എല്ലാ രാഷ്ട്രങ്ങളും എല്ലാ സമൂഹങ്ങളും അവരവരുടെ ഭാഷയിൽ അഭിമാനം കൊള്ളുന്നവരാണ്. പടച്ച തമ്പുരാൻ മനുഷ്യരായ നമുക്ക് നൽകിയിട്ടുള്ള അപാരമായ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് മനുഷ്യരായ നമുക്ക് സംസാരിക്കുവാനുള്ള കഴിവ് നൽകി എന്നതും ആ സംസാരത്തിലൂടെ നമ്മുടെ മനസ്സിലെ ഒരാശയം മറ്റുള്ളവർക്ക് മുമ്പിൽ സമർപ്പിക്കുവാൻ, അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, മനസ്സിലാക്കി കൊടുക്കുവാൻ മനുഷ്യന് സാധിക്കുക എന്നത് മനുഷ്യരായ നമുക്ക് പടച്ച തമ്പുരാൻ നൽകിയിട്ടുള്ള അപാരമായ അനുഗ്രഹമാണ്. മനുഷ്യൻ അവൻ്റെ ആശയം പ്രകടിപ്പിക്കുവാനുള്ള, പഠിപ്പിക്കുവാനുള്ള, പ്രബോധനം ചെയ്യുവാനുള്ള ഏക കാര്യം, ഏക മാർഗം അത് ഭാഷയാണ്. നമുക്കറിയാം, ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും സംസാരിക്കുന്നത് ഒരേ ഭാഷയിലല്ല,
ഓരോരുത്തരും വ്യത്യസ്തമായ ഭാഷകളിൽ അവരുടെ ജീവിതവുമായി, അവരുടെ നാടുമായി, അവരുടെ രാജ്യവുമായി ബന്ധപ്പെട്ട ഭാഷകൾ സംസാരിക്കുമ്പോൾ അതേപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട ഭാഷകളാണ് പലരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ചരിത്രം വായിച്ചു നോക്കുമ്പോൾ പ്രാചീന കാലഘട്ടം മുതൽ തന്നെ പല ഭാഷകളും ഓരോ സമൂഹത്തിലും പ്രചരിച്ചു പോന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അവയിൽ പലതും കാലഹരണപ്പെടുകയും നാമാവശേഷമായി തീരുകയും ചെയ്തു. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലും 1600-ലധികം ഭാഷകൾ ഇന്നും നിലനിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ഭാഷ എന്ന് പറയുന്നത്, അത് വ്യത്യസ്തമായ ഭാഷകളാക്കി എന്നത് പടച്ച തമ്പുരാൻ്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഭാഷയെ സംവിധാനിച്ചത് പടച്ച തമ്പുരാനാണ്. ഭാഷകളെക്കുറിച്ച് പറയുന്നിടത്ത് പടച്ച തമ്പുരാൻ വിശുദ്ധ ഖുർആനിൻ്റെ 30-ാമത്തെ അധ്യായം സൂറത്തു റൂമിൻ്റെ 22-ാമത്തെ ആയത്തിലൂടെ ആ കാര്യം മാനവലോകത്തെ അറിയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ് വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ ആലമീൻ. വമിൻ ആയാതിഹി, അല്ലാഹുവിൻ്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒന്നാണ്, അല്ലാഹുവിൻ്റെ ആയത്തുകളിൽപ്പെട്ടതാണ് ഖൽഖുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചുവെന്നതും വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും, നിങ്ങളെ വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുവാനുള്ള കഴിവ് നിങ്ങൾക്ക് നൽകി എന്നതും, നിങ്ങൾക്ക് വ്യത്യസ്തമായ